ഇന്നത്തെ അറിയിപ്പുകൾ. തെരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വരുന്നു. നിലവിലെ 40-ലധികം മൊബൈൽ ആപ്പുകളും വെബ് ആപ്പുകളും സംയോജിപ്പിച്ചാണിത്. വോട്ടർമാർക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വേണ്ടിയാണ് ECI നെറ്റ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ഡാറ്റ കൈകാര്യം ചെയ്യാനും സൗകര്യമുണ്ടാകും. നിലവിൽ പലതരം ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഏക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇതിലൂടെ ഏകദേശം 100 കോടി വോട്ടർമാർ, 105 ബൂത്ത് ലെവൽ ഓഫീസർമാർ, 15 ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാർ, 45 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർ, 15,597 അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, 4,123 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, 767 ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നിവരടങ്ങുന്ന വിശാലമായ തിരഞ്ഞെടുപ്പ് സംവിധാനം വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഹന രജിസ്ട്രേഷൻ കുതിപ്പിൽ കേരളം 2024-25 സാമ്പത്തിക വർഷം 7.83 ലക്ഷം പുതിയ വാഹനങ്ങൾ കൂടി രജിസ്റ്റർ ചെയ്തു. 1.82 കോടി രജിസ്ട്രേഷൻ പൂർത്തിയായതോടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. അതോടെ വാഹന സാന്ദ്രതയിൽ കേരളം രാജ്യത്ത് 4ാമതെത്തി. 1000 പേർക്ക് 425 വാഹനങ്ങളാണ് കേരളത്തിലുള്ളത്. ചണ്ഡീഗഡാണ് മുന്നിൽ. 1000 പേർക്ക് 702 വാഹനങ്ങൾ. 1000-ന് 521 വാഹനങ്ങളോടെ പുതുച്ചേരി രണ്ടാമതും. 1000-ന് 476ഓടെ ഗോവ മൂന്നാമതുമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളാണ് മുന്നിൽ. വരാനിരിക്കുന്ന 5 വർഷം കൊണ്ട് 2 കോടിയിലധികം പുതിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാത്രികാലങ്ങളിൽ EV ചാർജിംഗ് നിരക്ക് കൂട്ടി KSEB. ഇനി മുതൽ 2 നേരം 2 നിരക്കാണ് ഏർപ്പെടുത്തുക. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ കുറഞ്ഞ നിരക്കും 4 മുതൽ അടുത്ത ദിവസം രാവിലെ 9 വരെ കൂടിയ നിരക്കുമായിരിക്കും ഈടാക്കുക. പകൽ സമയങ്ങളിൽ സൗരോർജ്ജം കൂടി ഉപയോഗപ്പെടുത്താനാകും എന്നതിനാലാണ് ഈ ആനുകൂല്യമെന്ന് KSEB റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചു. നിലവിൽ ചാർജ് ചെയ്യാൻ യൂണിറ്റിന് 7.15 രൂപയാണ്. ഇനി മുതൽ ഇത് വൈകുന്നേരം 4-ന് മുൻപാണെങ്കിൽ 30% കുറവുണ്ടായിരിക്കും. അതായത് രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ ചാർജ് ചെയ്യാൻ യൂണിറ്റിന് 5 രൂപയാണ്. എന്നാൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ ചാർജ് ചെയ്യാൻ 30% അധികം നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊല്ലം ജില്ലയിൽ സോഷ്യോളജി പ്രൊഫസർമാർക്ക് അവസരം. സാമൂഹിക പ്രത്യാഘാത പഠനത്തിന്മേലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പുനരധിവാസ വിദഗ്ധരായി നിയമിക്കുന്നതിനായാണ് സോഷ്യോളജി പ്രൊഫസർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മെയ് 9-നകം കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെ സമർപ്പിക്കണം.